ഹായ്, ഞാൻ ഇന്ന് കാണിക്കുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ചിക്കൻ കറി കളക്ഷൻസ് ആണ്. 10 വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി കളക്ഷൻസ് ആണ്. ഇത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ്. ഇതിൽ കാണിക്കുന്നതെല്ലാം ഒരു 700 രൂപയിൽ താഴെ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തയും പലാസോ പാൻറ്റുമാണ്. ചിക്കൻ കറിയുടെ മാത്രം ഒരു കളക്ഷൻസ് ആണെന്ന് കാണിക്കുന്നത്. വീഡിയോസ് എല്ലാം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് ഷോർട്സിൽ കാണുക. ജസ്റ്റ് മെറ്റീരിയൽ ഒന്ന് കാണിച്ചു പോകാം. അപ്പോൾ വീഡിയോ കാണാം. ഫസ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ചിക്കൻ കറി. ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. സ്ലീവ് നോർമൽ സ്ലീവാണ് വരുന്നത്. നല്ല ബ്ലാക്ക് കളറാണ്, പക്ഷേ ഇതിനകത്ത് കളർ കുറച്ച് ഡിമ്മായിട്ട് കാണുന്നുണ്ട്. സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെയും എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ ഓക്കെ, പാൻറ്റിൽ വന്നിട്ട് താഴെയും കുറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ താഴേക്ക് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ്. ഇതിൻ്റെ കാലിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇത് മെറൂൺ കളറാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നെക്കിൻ്റെ പാറ്റേൺ. സ്ലീവ് നല്ല ഭംഗിയാണ്. മെറൂണും വെള്ള എല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്. കോട്ടൺ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇവിടെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ളതാണിത്. മാക്സിമം എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്. അടുത്തത് ഇതിൻ്റെ പാൻറ്റാണ്. ബ്ലാക്ക് കാണിച്ച അതേ സെയിം തന്നെയാണ് ഇത് വരുന്നത്. മെറൂൺ ആണെന്നേ ഉള്ളൂ. കാലിൽ വന്നിട്ട് ഇവിടെ മുതൽ ഇങ്ങോട്ട് താഴേക്ക് കുറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഡ്രസ്സാണ്. ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ ഡെയിലി യൂസിന് പറ്റിയ നല്ല ഡ്രസ്സാണ് ഈ ചിക്കൻ കറി കളക്ഷന്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നല്ല താഴെ വരെ വർക്കുണ്ട്. ഇവിടെ വരെ വർക്ക് വരും. നെക്കിലെ വർക്ക് ആക്ച്വലി ഇവിടെ വരെ ഉണ്ട്. തന്നെയാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടിയിൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെയും പാൻറ്റ് വന്നിട്ട് സെയിം ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പാൻറ്റ് എല്ലാം സെയിം തന്നെയാണെന്ന് തോന്നുന്നു. പലാസോ പാൻറ്റാണ് എല്ലാത്തിനും. താഴെ എംബ്രോയിഡറി വെച്ചിട്ട്. അടുത്തത് ഗ്രീനാണ്. ഇത് പ്ലെയിൻ ഗ്രീൻ അല്ല, ഇങ്ങനെയാണ്. ഗ്രീനകത്ത് ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. മറ്റേ ഇതുവരെ കണ്ടതൊക്കെ പ്ലെയിൻ മെറ്റീരിയലാണ്. പക്ഷേ ഇത് കുറച്ച് ഡിസൈൻ ഉള്ളതാണ്. ഡിസൈനുള്ള മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട പ്ലെയിനകത്ത് ഡിസൈൻ വരുമ്പോഴാണ് കാണാൻ നല്ലത്. ഫ്ലോറൽ പ്രിന്റിനകത്ത് ഡിസൈൻ വരുമ്പം ശരിക്കും അതിനൊരു എടുപ്പ് വരത്തില്ല. ഇത്രയും നേരം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ സൈഡിൽ കുറച്ച് വലിയ സൈസിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് താഴേക്കുണ്ട്. ബാക്കിലും മിഡിലായിട്ടൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. കയ്യിലും ബാക്കിലും കയ്യിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവൊക്കെ നോർമൽ ക്വാർട്ടർ സ്ലീവാണ്. സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് ഈ ടോപ്പുകളെല്ലാം. നല്ല ഹൈറ്റ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് സെയിം ആണ്. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് മറ്റേ പാൻറ്റിലെ പോലെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ വില വരുന്നത് ഒരു 700 താഴെയാണ്. അടുത്ത മെറ്റീരിയൽ ഗ്രീൻ, പാരറ്റ് ഗ്രീൻ ആണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വന്നിട്ട് സ്ലിറ്റും അവിടെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ട് ഇതൊക്കെ സെയിം തന്നെയാണ്. ജസ്റ്റ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നെക്കും ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പാരറ്റ് ഗ്രീനിൽ ഗ്രീനകത്ത് വന്നിട്ട് സെയിം തന്നെ. ഇത് ആക്ച്വലി റയോൺ മെറ്റീരിയലാണ്. വിസ്കോസ് റയോൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് വരുന്നത്. നല്ല വൈറ്റ് കളർ ഗ്രീൻ, അത് നല്ല വൈറ്റ് ത്രെഡ് വർക്കാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കളർ ഭയങ്കരമായിട്ട് നല്ല ഇതിനകത്ത് അത്രയും അറിയുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഓറഞ്ച്. ഒത്തിരി ഹെവി വർക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല. ലൈറ്റായിട്ടുള്ളൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇട്ടിരിക്കുന്നതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാൻ പറ്റും ഫുൾ വ്യൂ എങ്ങനെയാണെന്ന്. ഇതിൻ്റെ താഴെ വന്നിട്ടാണ് ഇങ്ങനെ ഫുള്ള് കണ്ടോ, ഇത് താഴെ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിലും സ്ലിറ്റ് വന്നിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ പാൻറ്റാണ്. കുറച്ച് വ്യത്യസ്തമായ പാൻറ്റാണ്. ഇതുവരെ കണ്ടതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, പലാസോ പോലെ തന്നെ നല്ല വിട്ടിൽ വന്നിട്ട്, പക്ഷേ കുറച്ച് ചെറിയ ചെറിയ ഞൂറുമൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? ഇവിടെ ഈ താഴ്ഭാഗത്ത് മാത്രമേ ഉള്ളൂ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇടുമ്പോഴാണ് ശരിക്കും എൻ്റെ ഭംഗി അറിയുന്നത്. കാണുമ്പോൾ അത്ര അറിയത്തില്ല. എൻ്റെ ഭംഗി ഇട്ട് കാണിക്കുമ്പോഴേ അറിയത്തുള്ളൂ. മസ്റ്റേർഡ് എല്ലോ ആണ്.
കണ്ടോ, ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രം. താഴേക്കൊക്കെ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി വർക്കില്ല താഴേക്ക് വരുമ്പോൾ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാണാനെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്, കളേഴ്സ് നല്ലതാണ്. പിന്നെ എല്ലാം ഒരു മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് ഓഫീസിലും കോളേജിലും ഒക്കെ പോകുന്നവർക്ക് സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡ്രസ്സാണിത്. കാണാനും നല്ല ഭംഗിയുണ്ടാവും, ഇടാനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. പിന്നെ താഴെ വന്നിട്ട് കുറച്ച് താഴെ അതുപോലെ തന്നെ ഇത് സ്ലീവും നോർമൽ സ്ലീവ് തന്നെയാണ്. സ്ലീവിലൊക്കെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ചെയ്തിട്ട് നോർമൽ സ്ലീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ്, കണ്ടോ. സിമ്പിളായിട്ടുള്ള വർക്ക് കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് വരും. പാൻറ് നോർമൽ പലാസോ പാൻറ്റാണ്. സിമ്പിളായിട്ടുള്ള വർക്ക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കിൽ വർക്ക് കൊടുത്തിട്ടില്ല. ശരിക്കും എനിക്ക് മീഷോയിൽ ഇത്രയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓരോ ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴാണ് മീഷോയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി മീഷോയിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയമെടുത്ത് നല്ല സെല്ലർ ആരാണെന്ന് നോക്കിയിട്ട് റിവ്യൂ നോക്കിയതിന് ശേഷം മാത്രം മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നല്ല പ്രോഡക്റ്റുകൾ കിട്ടുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മീഷോയിൽ നിന്ന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാറുണ്ടോ, നല്ലതാണ്. പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിച്ച ഒരു മെറ്റീരിയലിനും എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് മറ്റുള്ള ബ്രാൻഡിൽ പോയി അതേ സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സെല്ലർ നല്ലതാണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽസ് കിട്ടും. അടുത്തത് വന്നിട്ട് വൈറ്റ് ആണ്. അടുത്തത് നല്ലൊരു വൈറ്റിനകത്തൊരു ഇത് കോഫി ബ്രൗൺ കളറിലുള്ള ഡിസൈനാണ്. ഇത് നല്ല ഭംഗിയുള്ള കാണാൻ. വൈറ്റിനകത്ത് ഈ ഒരു കാപ്പുപൊടി കളറിലുള്ള ഒരു ബ്രൗൺ ആണെന്ന് തോന്നി കളറിലുള്ള ഡിസൈൻ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പുറകിലും കുറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട്. സ്ലീവിലും ഉണ്ട് ഡിസൈന്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. കയ്യിലും ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ കാലത്ത് ഈ ഡിസൈൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഡിസൈനിലുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആയിരുന്നെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്ലിറ്റ് വന്നിട്ട് ഇവിടുന്ന് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് ചിലപ്പോൾ ഇത് വലുതായിരിക്കും എന്ന് തോന്നുന്നു, കാരണം സൈസ് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവർക്ക് പറ്റുന്ന സൈസാണെന്ന് തോന്നിയത്. എൻ്റെ മീഡിയം സൈസിന് ഞാൻ എടുത്തിട്ട് പോലും, ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മീഡിയം സൈസാണ്, പക്ഷേ എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പാണെന്ന് തോന്നുന്നു. എനിക്കപ്പോൾ ഇട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ ഇനി വലുതാണോ എന്നൊരു ഡൗട്ടുണ്ട്, ലെങ്ത് കൂടുതലാണോ. നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്, നല്ല രസമുണ്ട്. ഇട്ട് നോക്കുമ്പോൾ അറിയേണ്ട ഭംഗി. പിന്നെ ഇതിൻ്റെ പാക്കിൽ വന്നിട്ട് ചെറിയൊരു ത്രെഡ് വർക്കും ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുള്ളതാണ്. പാൻറ് വന്നിട്ട് ഇങ്ങനെ വള്ളി കെട്ടുന്ന പാൻറ്റാണ്. പാൻറ് ഇങ്ങനെ വള്ളി വെച്ചിട്ട് കെട്ടുന്ന സാധനമാണ്. മറ്റേനൊന്നും വള്ളിയൊന്നും ഇല്ലായിരുന്നു, ഇതിന് മാത്രമേ ഉള്ളൂ. സെയിം പലാസോ പാൻറ്റാണ്. കാലിൻ്റെ അവിടെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ലാസ്റ്റ് ഡ്രസ്സാണ് യെല്ലോ. ഇത് ഒരു മസ്റ്റേർഡ് യെല്ലോ കളറാണ്, പക്ഷേ നെക്കിൽ ഡിസൈനിലും വ്യത്യാസമുണ്ട്. സിമ്പിളായിട്ടുള്ള വർക്കാണ്. സ്ലീവിൽ വന്നിട്ട് ഉണ്ടോ ചെറിയ ത്രെഡ് വർക്ക്. ഇത് ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ഇതിനകത്തില്ല, സിമ്പിളായിട്ടുള്ള വർക്കേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കളറും ആ യെല്ലോയ്ക്കകത്ത് വൈറ്റ് ത്രെഡ് വർക്ക് വരുമ്പോൾ എല്ലാത്തിനകത്തും വൈറ്റിൻ്റെതായിരുന്നു ത്രെഡ് വർക്ക് ഉള്ളത്. എല്ലാം വൈറ്റ് തന്നെയായിരുന്നു, വേറെ ഒരു കളറും ഭംഗിയാണ്. നല്ല ഡാർക്ക് കളറിനകത്ത് ഈ യെല്ലോ ബ്ലാക്ക് അങ്ങനെയുള്ള ഡാർക്ക് കളറിനകത്ത് ഇങ്ങനെ വൈറ്റ് ത്രെഡ് വർക്ക് വരുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. താഴെ ഇതിന് അടിയിൽ വെച്ചിട്ടില്ല, ഇങ്ങനെ സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ട് സൈഡിൽ നിന്ന് എംബ്രോയിഡറി വർക്ക് കൊടുത്തു. ഇതിൻ്റെ താഴെ പക്ഷേ ഒന്നും വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഈ ഡ്രസ്സുകളെല്ലാം ഇടുന്നതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.